നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ അധ്യായം 3 കർമ്മയോഗത്തിൻ്റെ ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി തന്നെ അർജുനനെ യുദ്ധമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായി ഉപദേശം നൽകുന്ന ഭഗവാനെയാണ് നാം കാണുന്നത്. സശ്രദ്ധമതെല്ലാം കേൾക്കുന്ന അർജുനനെയുമാണ്. ഇപ്പോൾ നാം 32-ാം ശ്ലോകം വരെയാണ് ശ്രദ്ധിച്ചത്. അവസാനമായി നാം ശ്രദ്ധിച്ചത് ഭഗവാൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്നതിന് പകരം ഈർഷ്യയോടെ എൻ്റെ ഈ ജ്ഞാനത്തെ തള്ളിക്കളയുന്നവരുണ്ട്. അവർ ദുര്യോധനനെ പോലെ ഉള്ള അത്തരക്കാർ ഭോഗ ഐശ്വര്യങ്ങൾക്കായി യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നാണ് ഈ പറഞ്ഞ 2 ശ്ലോകങ്ങളുടെയും അർത്ഥം. ഇതിന് കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ 31-ഉം 32-ഉം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കമാണ് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത്. നമുക്ക് അടുത്ത ശ്ലോകം 33 നോക്കാം. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. എൻ്റെ അർത്ഥം നോക്കുമ്പോൾ ജ്ഞാനികൾ പോലും തങ്ങളുടെ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ പ്രാണികളും തങ്ങളുടെ പ്രകൃതിക്കനുസരിച്ച് ചലിക്കുന്നു. അപ്പോൾ പിന്നെ ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ ബലം പ്രയോഗിച്ച് അടക്കി വയ്ക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അതായത് ജന്മസ്വഭാവം ഏവരെയും പിടികൂടുന്നു. ജ്ഞാനികൾ പോലും അതിൽ നിന്ന് മുക്തരല്ല. അർജുന, നീ ഇപ്പോൾ ക്ഷാത്രധർമ്മം ജ്ഞാനത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. സ്വജനമോഹം കൊണ്ട് ഈ രാഗം നിന്നെ ആവേശിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നിനക്ക് വൈരാഗ്യമല്ല, മറിച്ച് വിഷയാസക്തിയെപ്പോലെ സ്വജനാസക്തിയാണ് ഉണ്ടായത്. നീ നിൻ്റെ കുലധർമ്മം മറന്നിരിക്കുന്നു. ജന്മവാസന കൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. ജ്ഞാനികൾക്ക് പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അർജുന, നീ അതുകൊണ്ട് ക്ഷാത്രധർമ്മം നിൻ്റെ കുലധർമ്മത്തിലേക്ക് വരേണ്ട സമയമായിരിക്കുന്നു അർജുന എന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ്. അടുത്ത ശ്ലോകം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 34. ഇന്ദ്രിയേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർന വശമാഗച്ഛേത്തൗ ഹൃസ്യ പരിബന്ധിനൗ. ഇതിൻ്റെ അർത്ഥം ഓരോരോ ഇന്ദ്രിയങ്ങളും പ്രത്യേകം വിഷയങ്ങളിൽ രാഗവും ദ്വേഷവും ഉള്ളവയാണ്. നാം അവയ്ക്ക് വശം കെട്ടുപോകരുത്. കാരണം ഇവ രണ്ടും ശുഭകർമ്മങ്ങളിൽ വിഘ്നകരങ്ങളായ ശത്രുക്കളാണ്. ഏതാണ് രാഗവും ദ്വേഷവും? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വശംവദനായി പോകാതെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുന്ന കാര്യമാണ് ഭഗവാൻ പറയുന്നത്. അതായത്, അല്ലയോ അർജുന, ഉർവശി എന്ന അപ്സരസ് പണ്ട് രതിക്ക് വേണ്ടി നിന്നോട് യാചിച്ചപ്പോൾ അതിൻ്റെ വരായകളെക്കുറിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് മുക്തനായി. അന്ന് കാമേന്ദ്രിയങ്ങളുടെ മോഹത്തിൽ നിന്ന് സ്വയം രക്ഷ നേടിയ നിനക്ക് ഇന്ന് ആ കഴിവ് എവിടെ പോയി എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിച്ചത് അർജുനനോട്. വിഷയാസക്തി എന്നാൽ കാമാസക്തി എന്ന് മാത്രം അർത്ഥമെടുക്കരുത്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും പിന്നാലെ രാഗദ്വേഷങ്ങൾ കടന്നു വരുന്നുണ്ട്. ആലിംഗനം ചെയ്യുമ്പോഴുള്ള രാഗസുഖങ്ങളെ ജയിച്ചു. എന്നാൽ ആചാര്യൻ, പിതൃക്കൾ, പുത്രന്മാർ, പിതാമഹൻ, മാതുരൻ, ശ്വശുരൻ, ശ്യാലൻ, ബന്ധുക്കൾ എന്നിവരോടുള്ള മോഹവും രാഗം തന്നെയാണ്. ന്യായം, ക്ഷാത്രധർമ്മം എന്നിവയിലൂടെ രാഗദ്വേഷങ്ങളെ ജയിക്കേണ്ടതുണ്ട്. വസിഷ്ഠൻ അഭൂതപൂർവമായ ക്ഷമയാൽ ക്ഷാത്രധർമ്മത്തിൽ നിന്ന് ബ്രാഹ്മണധർമ്മത്തിലേക്ക് ഉയർന്നു. ആ വഴിയിൽ പരിശ്രമിച്ച വിശ്വാമിത്രനാകട്ടെ പരീക്ഷകളെ നേരിടേണ്ടി വന്നു. എന്നാൽ നീ ഇപ്പോൾ യുദ്ധം പരിത്യജിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വജനമോഹം കൊണ്ട് മാത്രമാണ്. അങ്ങനെ പല ഉദാഹരണങ്ങൾ പറഞ്ഞ അർജുനനെ സ്വജനമോഹത്തിൽ നിന്ന് മുക്തനാക്കി ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ഉത്സുകനാക്കി
യുദ്ധമുഖത്തേക്ക് കർമ്മോത്സുകനാക്കി കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രണ്ട് ശ്ലോകങ്ങളുടെയും അർത്ഥം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും ശുഭസുദിനം. എല്ലാവരും നല്ലതുപോലെ ഗീത വായിക്കുക. ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക, മനസ്സിലാക്കുക, പ്രാവർത്തികമാക്കുക. നമസ്കാരം.